ലോകകപ്പിൽ വമ്പന്മാരായ ബെൽജിയത്തിന് വീണ്ടും നിരാശ. ലോസ് ആഞ്ചലസിൽ നടന്ന കടുത്ത പോരാട്ടത്തിൽ കരുത്തരായ ബെൽജിയത്തെ ഗോൾ രഹിത സമനിലയിൽ തളച്ചിരിക്കുകയാണ് ഇറാൻ. റൂഡി ഗാർഷ്യയുടെ കീഴിലിറങ്ങിയ റെഡ് ഡെവിൾസ് മത്സരത്തിലുടനീളം പന്ത് കൈവശം വെച്ച് ആധിപത്യം പുലർത്തിയെങ്കിലും ഇറാന്റെ പ്രതിരോധ കോട്ട തകർക്കാൻ അവർക്കായില്ല. സൂപ്പർ സ്ട്രൈക്കർ റൊമേലു ലുക്കാക്കു ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യ ലെവലിൽ തിരിച്ചെത്തിയ മത്സരത്തിൽ ബെൽജിയത്തിന് പ്രതിരോധ താരം ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയതും തിരിച്ചടിയായി. തുടക്കം മുതൽ ബെൽജിയം നിരന്തരം ക്രോസുകളിലൂടെയും പാസുകളിലൂടെയും ഇറാന്റെ ബോക്സിനെ ലക്ഷ്യമാക്കി നീങ്ങിയെങ്കിലും ഇറാൻ പ്രതിരോധം ഉറച്ചുനിന്നു. മത്സരത്തിന്റെ ആദ്യഘട്ടത്തിൽ യൂറി ടെലമെൻസ് തൊടുത്ത ശക്തമായൊരു ഷോട്ട് ഇറാൻ കീപ്പർ അലി റസ ബൈറൻവാൻ മനോഹരമായി തട്ടിയകറ്റി. പിന്നീട് രണ്ടാം പകുതിയിൽ മാക്സിം ഡി ക്യൂപ്പർ തൊടുത്ത 2 ലോ ഷോട്ടുകളും തടുത്ത് ബൈറൻവാന്ത് ഇറാന്റെ രക്ഷകനായി. മറുവശത്ത് പ്രതിരോധത്തിലൂന്നി കൗണ്ടർ അറ്റാക്കുകളിലൂടെ ബെൽജിയത്തെ ഞെട്ടിക്കുന്ന പ്രകടനമാണ് ഇറാൻ പുറത്തെടുത്തത്. ഒരു ലോങ് ത്രോയിൽ നിന്നും കനാനി തൊടുത്ത ഷോട്ട് ബെൽജിയം കീപ്പർ തിബോത് കോർത്തുവ ഡൈവ് ചെയ്ത് രക്ഷപ്പെടുത്തി. മത്സരത്തിന്റെ 25 മിനിറ്റിൽ ഒരു ഫ്രീ കിക്കിലൂടെ മെഹ്ദി തരേമി പന്ത് വലയിലെത്തിച്ചെങ്കിലും താരം ഔട്ട്സൈഡ് പൊസിഷനിലായിരുന്നതിനാൽ റഫറി ഗോൾ നിഷേധിച്ചു. രണ്ടാം പകുതിയിൽ തരേമി തൊടുത്ത മറ്റൊരു ശക്തമായ വോളിയും കോർത്തുവ തട്ടിയകറ്റി. മത്സരത്തിന്റെ 66 മിനിറ്റിൽ ബെൽജിയത്തിന് വലിയൊരു തിരിച്ചടിയേറ്റു. ബെൽജിയം സെന്റർ ബാക്ക് നദാൻ എൻഗോയ്ക്ക് പന്ത് കൺട്രോൾ ചെയ്യുന്നതിൽ വന്ന പിഴവ് മുതലെടുത്ത് മുന്നേറിയ മെഹ്ദി തരേമിയെ താരം ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിന് റഫറി നേരിട്ട് ചുവപ്പ് കാർഡ് നൽകി പുറത്താക്കി. അവസാന 25 മിനിറ്റോളം 10 പേരുമായി കളിച്ചിട്ടും ഇറാന് ആ മേൽക്കൈ മുതലെടുത്ത് വിജയ ഗോൾ നേടാൻ സാധിച്ചില്ല. ഈ സമനിലയോടെ 2 മത്സരങ്ങളിൽ നിന്ന് 2 പോയിന്റ് വീതവുമായി ഇരു ടീമുകളുടെയും നോക്കൌട്ട് പ്രതീക്ഷകൾ ഇനിയും ബാക്കി നിൽക്കുകയാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.